നമസ്കാരം. ഏറെ വിവാദമായി മാറിയ വിദേശ സഹകരണ സെക്രട്ടറിയുടെ നിയമനത്തെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഒരു കുറിപ്പിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ FB പേജിലാണ് കുറിപ്പ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിയമന തീരുമാനത്തെയുമാണ് വേണു ന്യായീകരിച്ച് അവശനായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ വിദേശങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി വിദേശത്തുള്ള പല പ്രതിനിധികളും കേരളം സന്ദർശിക്കുക പതിവാണ്. അത്തരം ചർച്ചകളുടെ ഭാഗമായി ബന്ധപ്പെട്ട് പല വ്യവസായ പ്രമുഖരും കേരളം സന്ദർശിക്കാറുണ്ട്, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. എന്നാൽ ഇത്തരം വികസന പദ്ധതികളുടെ സാധ്യതകൾ വിലയിരുത്തി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി എന്ന പുതിയൊരു തസ്തികയുണ്ടാക്കി അവിടെ ഡോക്ടർ വാസുകി IAS നിയമിച്ചിരിക്കുന്നത് എന്നാണ് തന്റെ FB പേജിൽ മുഖ്യമന്ത്രിയുടെ നിയമനത്തെ ന്യായീകരിച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അവശനായി തീർന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു ഉദ്ദേശം വേണുവിനുണ്ട്. അതായത് വരുന്ന ഓഗസ്റ്റ് 31 വരെയാണ് ചീഫ് സെക്രട്ടറി എന്ന രീതിയിൽ വേണുവിന്റെ സേവന കാലാവധി. അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കാൻ കഴിയുന്ന സമയം ആഗസ്റ്റ് 31 വരെയാണ്. ഓഗസ്റ്റ് 31 വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി മുഖ്യമന്ത്രി മറ്റൊരു കസേര കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വേണുവിന്റെ ഈ കുറിപ്പിലൂടെ അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ കുറിപ്പിന്റെ പുറകിലുള്ള ഉദ്ദേശം അത് തന്നെയാണ്. ചീഫ് സെക്രട്ടറിയായി വേണു ചാർജ് എടുക്കുന്നതിന് മുമ്പ് വിരമിച്ച ചീഫ് സെക്രട്ടറിമാരായ KM അബ്രാഹിമിനും VP ജോയിക്കുമെല്ലാം മുഖ്യമന്ത്രി പിൽക്കാലത്ത് പിന്നീട് വലിയൊരു കസേര ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. നല്ല തസ്തികകളിൽ അവരെ വീണ്ടും പിണറായി വിജയൻ അവരോധിക്കുകയുണ്ടായി. ഇത് തനിക്കും ലഭ്യമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വിരമിക്കാറായ ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സഹകരണ സെക്രട്ടറിയെ നിയമിച്ചുള്ള നിയമനത്തിന് എല്ലാവിധ ഒത്താശയും നൽകി, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്, അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല എന്ന തരത്തിൽ തന്റെ FB കുറിപ്പിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിയമനത്തെയും ന്യായീകരിച്ച് ചീഫ് സെക്രട്ടറിയുടെ പേന പിടിച്ച കൈ കഴയ്ക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. അത്രത്തോളമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറകിൽ മറ്റൊരു വസ്തുത കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ചീഫ് സെക്രട്ടറി വേണു വിരമിക്കുന്ന തസ്തികയിലേക്ക് വരുവാൻ വേണ്ടി ചീഫ് സെക്രട്ടറിമാരുടെ ക്യൂവിലേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഈ ലിസ്റ്റിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് ഡോക്ടർ ശാരദ മുരളീധരനാണ്. ഡോക്ടർ ശാരദ മുരളീധരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കുന്നു. അത് ഡോക്ടർ വേണുവിന്റെ, അതായത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയായ വേണുവിന്റെ ഭാര്യയാണ് ഡോക്ടർ ശാരദ മുരളീധരൻ. തന്റെ ഭാര്യയെ ഏത് വിധേനയും ചീഫ് സെക്രട്ടറി ആക്കുവാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വേണു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഒത്താൽ ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി സ്ഥാനം, അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും തനിക്ക് മാസം 6 ലക്ഷം രൂപ ശമ്പളത്തോടു കൂടി മുൻ ചീഫ് സെക്രട്ടറിമാർക്കെല്ലാം, അതായത് വിരമിച്ച മുൻ ചീഫ് സെക്രട്ടറിമാരെയെല്ലാം മുഖ്യമന്ത്രി 6 ലക്ഷം രൂപ ശമ്പളത്തോടു കൂടി മറ്റെല്ലാ ആനുകൂല്യത്തോടും കൂടി വിവിധ തസ്തികകളിൽ ഇവരെയെല്ലാം നിയമിച്ചത്. ഇതുപോലെ തന്നെ തനിക്കും മുഖ്യമന്ത്രി ഒരു കസേരയും തസ്തികയും 6 ലക്ഷം രൂപയും ശമ്പളമടങ്ങുന്ന ഒരു ജോലി എങ്ങനെയും തരപ്പെടുത്തി വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തരപ്പെടുത്തി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വേണുവിന്റെ ഇത്തരത്തിലൊരു കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഉയരുന്ന സംസാരം. മാത്രമല്ല അടുത്ത ചീഫ് സെക്രട്ടറിയായി തന്റെ ഭാര്യയായ ഡോക്ടർ ശാരദ മുരളീധരനെ പരിഗണിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായ വേണു കരുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായ വേണു ഒരു FB കുറിപ്പിട്ട് മുഖ്യമന്ത്രിയെ പരമാവധി സുഖിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ന്യായീകരണ പരിപാടി ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാത്രമല്ല വേണു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതിശയകരമായി തന്നെയാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവിടങ്ങളിലുള്ള ആളുകൾ കേരളത്തിലേക്ക് വരിക സ്വാഭാവികമാണ്. അങ്ങനെ വരുന്ന ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു വിദേശകാര്യ സെക്രട്ടറിയെ പിണറായി വിജയൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി വേണുവിനോട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുചര വൃന്ദങ്ങളായ മന്ത്രിമാരും ചൈനയിൽ പോയി എന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് ചൈനയിലെ പരമാധികാരികളുമായി ചില ചർച്ചകളൊക്കെ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലേക്ക് വരുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലെത്തിയതിനു ശേഷം ചൈനയിലെ പരമാധികാരികൾ കേരള സംസ്ഥാനത്തിലെത്തി മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അത്തരം ചർച്ചകൾ കൊണ്ട് എന്താണ് കേരളത്തിന് സംഭവിക്കാൻ പോവുക, എന്ത് തരത്തിലുള്ള വികസനങ്ങളാണ് മറ്റൊരു രാജ്യത്ത് നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അഥവാ ചൈനയെ പോലെ ഇന്ത്യയുടെ വളർച്ച എക്കാലത്തും ആഗ്രഹിക്കാത്ത ഒരു രാജ്യവുമായി ചർച്ച നടത്തിക്കൊണ്ട് എന്താണ് ഫലം കേരളത്തിനുണ്ടാകാൻ പോകുന്നത്? ചൈനക്കാര് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിന് കൃത്യമായി മറുപടി പറയാൻ ചീഫ് സെക്രട്ടറിക്ക് സാധിക്കില്ലേ? ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഒരു കാരണവശാലും സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുവാനോ നേരിട്ട് കച്ചവടത്തിലോ അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ പോലുള്ള രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി ചർച്ച നടത്തുന്നതിന്റെ ഫലമായി അവിടെ ഉരുത്തിരിയുന്ന തീരുമാനങ്ങളുടെ ഫലമായി അവർ കേരളത്തിലേക്ക് എത്താൻ താല്പര്യം കാണിക്കുകയും കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ വികസന സാധ്യതകളെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി, ആക്കം കൂട്ടുന്നതിന് വേണ്ടി, അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വിദേശകാര്യ സെക്രട്ടറിയെ മുഖ്യമന്ത്രി നിയമിച്ചു എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവുള്ളവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇന്ത്യയുടെ ഭരണഘടന ഉൾക്കൊണ്ടിട്ടുള്ളവർ, അത് വായിച്ചിട്ടുള്ളവർക്ക് ഒരു കാരണവശാലും ചീഫ് സെക്രട്ടറി പറയുന്ന കാര്യത്തിനോട് അനുകൂലിക്കാൻ സാധിക്കില്ല. അത് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ശുദ്ധ ഭോഷ്കാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഭരണഘടന എഴുതി വച്ചിരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ഏതെങ്കിലും സംസ്ഥാനങ്ങളോ നാട്ടുരാജ്യങ്ങളോ വിദേശ ശക്തികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നേരത്തെ തന്നെ ഭരണഘടന തയ്യാറാക്കിയ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ സമ്പൂർണമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഒരു ഭരണഘടന തയ്യാറാക്കിയത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ വേണുവിനും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സാധാരണക്കാരായ ജനങ്ങൾക്കല്ല. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടുമുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ തസ്തിക വിദേശകാര്യ സഹകരണ സെക്രട്ടറി അല്ലെങ്കിൽ വിദേശകാര്യ സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധം തന്നെയാണ് ഇത്തരം ഒരു നടപടി എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി എത്ര തന്നെ FB കുറിപ്പിട്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചാലും താങ്കൾക്ക് കിട്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വപ്നം കാണാം. ഭാര്യയെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കുറുക്കു വഴിയായി ഇതിനെ മറ്റുള്ള രാഷ്ട്രീയക്കാർ വിമർശിക്കുന്നത് പോലെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വേണമെങ്കിൽ ആവാം. എന്നാൽ ഒരു കാരണവശാലും വിദേശകാര്യ സഹകരണ സെക്രട്ടറി എന്നുള്ള തലത്തിൽ ഡോക്ടർ വാസുകി IAS നിയമിച്ചിരിക്കുന്ന ഈ നിയമത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ നിയമനം കേന്ദ്ര സർക്കാർ ഇടപെട്ട് റദ്ദ് ചെയ്യും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.